ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ കായ്പോള കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കായ്പോള. ഇതൊരു 4 മണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. ഇത് വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുന്നതിനും സിമ്പിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏത്തപ്പഴത്തിന്റെ തൊലിയൊക്കെ നമുക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത്തപ്പഴം ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഇതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാം പരിപ്പും കൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുത്തത്. നല്ലതുപോലെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേൽ വറുത്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോകാൻ പാടുള്ളതല്ല. അപ്പം അത്യാവശ്യം നിറമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒരു മൂത്ത് വരുന്ന സമയം കൊണ്ട് ഇത് മറ്റൊരു പാത്രത്തിനകത്തോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ആ ഒരു പാത്രത്തിൽ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഏത്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നെയ്യിലൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഏത്തപ്പഴത്തിന്റെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറായി വരുന്നതായിരിക്കും. ആ ഒരു സ്റ്റേജ് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പം നെയ്യ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഏത്തപ്പഴത്തിന് നല്ലൊരു മണമൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത്തപ്പഴത്തിന് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം എനിക്ക് അത്യാവശ്യം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം 2 വലിപ്പമുള്ള ഏത്തപ്പഴത്തിന് 5 കോഴിമുട്ടയാണ് എടുത്തിട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴത്തിന്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ അളവും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് 5 സ്പൂൺ അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ തണുത്ത പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു 6 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇങ്ങനെ ചേർത്തിട്ട് നമുക്കിത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര നല്ലതുപോലെ മിക്സ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനൊരു 6 സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പിന്നീട് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി മറ്റൊരു ബൗളിനകത്തോട്ട് നേരത്തെ അടിച്ചു വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ പഞ്ചസാരയുടെ അളവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു ഏത്തപ്പഴം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അത്യാവശ്യം എല്ലാം ഇനി ഏത്തപ്പഴം ഫുള്ളായിട്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിവിടെ എനിക്ക് കറക്റ്റ് മിക്സിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ലൂസായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ ഞാൻ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് കരിഞ്ഞു പോകുമെന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിന്റെ ഇത് ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ പാത്രത്തിനകത്തോട്ട് ഒരു വാഴയില കൂടി വെച്ച് കൊടുത്തിട്ട് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന ആ ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് സ്റ്റൗ കുറച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എനിക്കിവിടെ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ വെന്ത് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു കുത്തിക്കരണ്ടി വെച്ചിട്ട് ഞാനൊന്ന് കുത്തി നോക്കുകയാണ് അത് വെന്തിട്ടുണ്ടോന്ന്. അപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇതിന് മുന്നേയായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകല്ലേ. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിവിടെ നല്ലതുപോലെ ദാണ്ട് ഇളകി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല കിടിലൻ ടേസ്റ്റിൽ കായ്പോള ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അതുപോലെ തന്നെ നമുക്ക് 2 ഏത്തപ്പഴവും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.